ഇവളെന്ത് പണിയാ ചെയ്തിരിക്കുന്നത്? ഈ തുണികൾ എന്തിനുകൊണ്ട് വെച്ചോന്ന് പറഞ്ഞേട്ടാ. നീ ഒന്ന് ഇങ്ങോട്ട് വാ. അതാ ഞാൻ വരുന്നമ്മേ. എന്തമ്മേ? നീ ഈ തുണികൾ എന്ത് കാണാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്? ഇതൊന്നും മെഷീനിലിടുന്നതല്ല, കല്ലിൽ അലക്കാനാ. മെഷീനിലിട്ടൊക്കെ നാശമായി പോകും. എപ്പ കൊണ്ട് വെച്ച തുണി അത് അവിടെ തന്നെ. അത് ഞാൻ അലക്കിക്കോളാമ്മേ. ഇത്ര നേരം ഓരോരോ പണിയിലായിരുന്നില്ലേ? ഭക്ഷണം കഴിച്ചു വന്നിട്ട് ചെയ്യാം. അതൊന്നും വേണ്ട. നീ ഉച്ചന്റെ മുൻപ് തുണികളെ കലക്കിയെടുക്ക്. എന്ന ശേഷം അടുക്കളയിൽ കയറിയാൽ മതി. എന്തോ ഒരു മടിയാണ് കല്ലിലൊക്കെ. ഒരു മിഷൻ വെച്ച് പറഞ്ഞ മിഷൻ തന്നെ. അല്ല അരക്കലില്ല, അലക്കലില്ല, ഒന്നുമില്ല. പക്ക മിഷൻ മിഷൻ മിഷൻ. സുഖാണോ നിനക്ക്? ആ എനിക്ക് സുഖാണെടാ. ഇല്ല ഞാനിപ്പോ എങ്ങോട്ടും പോന്നൊന്നുമില്ല, വീട്ടിൽ തന്നെയാ. ആ ആണല്ലേ? എത്തിയിട്ടില്ല പക്ഷെ. ഇന്ന് കിട്ടായിരിക്കും മിക്കവാറും. പിന്നെ ഓഫീസിൽ വേറെ എന്തൊക്കെയുണ്ട്? അയ്യോ, എനിക്ക് ഇവളെ കൊണ്ട് മതിയായല്ലോ. ഇത് പാതി പണിയിട്ട് പോയിരിക്കുക. ഓക്കെ, ഇതെന്ത് വറവിടാത്തത്? ഇത് പണിക്കാർക്ക് കൊടുക്കേണ്ടതാണ്. ഒരു സെക്കൻഡേ അമ്മ, എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കുക. അമ്മ വറവിടുവോ? അപ്പൊ ഇത് വേവിക്കാൻ ഒരാള്, വറവിടം വേറൊരാളല്ലേ? അന്നാ പിന്നെ എനിക്ക് എന്നോട് തന്നെ പറഞ്ഞൂടെ, അമ്മ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അമ്മേനെല്ലാം ചെയ്തോളാന്ന്. ഇത് വലിയ കാട്ട് അടുക്കളയിൽ പോയിട്ട് എന്തെല്ലാം ചെയ്യുന്നതാണെന്ന് ഞാൻ വൃത്തിക്ക് ചെയ്ത് വെച്ചോന്ന്. പണിക്കാർക്ക് വേഗം ചായ കൊടുക്ക്, അല്ലെങ്കിൽ അവരിപ്പോ ഇങ്ങോട്ടേക്ക് വരും. എന്നാ അമ്മയോട് വെച്ചോ, ഞാൻ വന്നിട്ട് ചെയ്യാം. കുറച്ച് ദൂരമുള്ള ഫ്രണ്ടാ, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എത്രയും വലിയ ഫ്രണ്ട് ആണെങ്കിലേ ഇതിനൊക്കെ ഒരു നേരവും കാലം ഉണ്ട്. രണ്ട് വീട്ടിലെ പണിയുടെ മുഴുവൻ ഇട്ട് വെച്ചിട്ടല്ല ഫ്രണ്ടിനോട് കൊണ്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കല്. നീ രാത്രി സംസാരിക്കും, ആരും ഒന്നും പറയില്ലാലോ. അപ്പൊ എല്ലാ പണിയും കഴിയില്ലേ? അമ്മ ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാൻ അവിടെ നിക്കണ്ട, കട്ട് ചെയ്തിട്ട് വരാൻ നോക്ക്. പണിയോട് ഇട്ട് വെച്ചിട്ട് സംസാരിച്ചു നിൽക്കുന്നവർ. ഹലോ എടാ, ഇവിടെ കുറച്ച് പണിക്കാരുണ്ട്, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ പിന്നെ വിളിക്കാം. If you think you are beat, you are. If you think you dare not, you don't. If you like to win, but you think you can't, it's almost certain you won't. ഇതെന്താണ് ലൈഫിൽ ഇതുവരെ കാണാത്തൊരു പുതിയ ശീലം തുടങ്ങിയിരിക്കും, വായന. എൻ്റെ ഒരു പഴയ ഫ്രണ്ടില്ലേ റോഷ്നി, അവൾ അയച്ചെന്നതാ. ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ, ഈ ബുക്ക് കിട്ടിയോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. റോഷ്നിയാ? ഏത് റോഷ്നി? എനിക്ക് ഓർമ്മയൊന്നുമില്ല. അല്ല, അവളെന്തിനാ എനിക്ക് ബുക്ക് അയച്ചത്? അവൾക്ക് കുറെ പണിയൊന്നുമില്ലേ? അവക്ക് പണിയൊന്നും ഇല്ലേന്നോ? കൊള്ളാം. അവളെ വലിയൊരു കമ്പനിന്റെ സെക്രട്ടറിയാ. അതെ, ഇങ്ങനെ എന്നെ പോലെ വീട്ടിലിരിക്കുന്ന കുറെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറെ ബുക്സ് ഒക്കെ അവർ സെൻഡ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ എനിക്കും കിട്ടി. അത് പറയാൻ വേണ്ടി എന്നെ വിളിച്ച് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എന്ത് രസാന്നറിയാം അവളുടെ ലൈഫൊക്കെ. കമ്പനി സെക്രട്ടറിയാ? അവർക്ക് നിന്റെ ഫ്രണ്ട്? എന്റെ പൊന്നു മോളെ, നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. ഇത് വേറെ ആരോട് ചെന്ന് പറയാൻ നിൽക്കല്ലോ. ഒരു ബുക്കും വായിച്ചിട്ട് അത് കമ്പനി സെക്രട്ടറി അയച്ചു തന്നാണ്. അതെന്താ, കമ്പനി സെക്രട്ടറിക്ക് എന്റെ ഫ്രണ്ടായി കൂടാ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. അവള് നല്ലൊരുത്തനെ കെട്ടി, അവൻ അവളെ പിന്നെയും പഠിപ്പിച്ച് കമ്പനി സെക്രട്ടറി ആക്കി. ഞാൻ നിങ്ങളെ കെട്ടി ഇവിടെ ഇരിക്കുന്നു. അതിനിപ്പോ എനിക്കെന്താ ഒരു കുഴപ്പമുള്ളത്? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം നല്ലതാ. ഞാൻ ഇതൊന്ന് വായിച്ചോട്ടെ, ശല്യം ചെയ്യല്ലേ. ഇത്രയും നേരം വീട്ടിൽ ഓരോരോ പണി ചെയ്തിട്ടൊന്ന് ഇരുന്നിട്ടേ ഉള്ളൂ. ഓ, നീ ഈ ബുക്ക് വായിച്ചിട്ടേ നാളെ വലിയ സംഭവം ആവാൻ പോകുന്നില്ലേ? അത് അടച്ചു വെച്ചിട്ടേ എനിക്കൊന്ന് ഭക്ഷണം എടുത്തേക്ക്, വിശന്നിട്ട് വയ്യ. ചോറും കറിയും എല്ലാം ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പോയിരുന്ന് കഴിച്ചാൽ മതി. ഓ, അവളൊരു വായന. എനിക്ക് ചോറ് വേണ്ട, ചപ്പാത്തി മതി, ചെന്നുണ്ടാക്കി വെക്ക്. ചപ്പാത്തിയോ? ഇതെന്താ പുതിയൊരു ശീലം? എന്നും രാത്രി നിങ്ങൾ ചോറല്ലേ കഴിക്കാറ്? ചപ്പാത്തി ഉണ്ടാക്കി പോലും കഴിക്കാത്ത ആളാ, അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി വെക്കാം. ഞാൻ എന്ത് കഴിക്കണം നീയാണ് തീരുമാനിക്കുന്നത്. പറഞ്ഞത് നിങ്ങളുടെ അനുസരിച്ചാ മതി, ചെന്നുണ്ടാക്കി വെക്ക്. നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം എന്താ? ഞാൻ ഇത് വായിക്കുന്ന കൊണ്ടാണോ? ഇവിടെ വീട്ടിലെ പണിയെടുത്ത് നിങ്ങളുടെ മാത്രം കാര്യങ്ങൾ നോക്കി നടന്നാൽ ഒരു കുഴപ്പമില്ല, ഭയങ്കര സന്തോഷം. എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് സമയം മാറ്റിവെക്കുന്നു വിചാരിച്ചപ്പോ അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമല്ലേ? ഇതെന്താ അവിടെ ഇത്രയും വലിയ ഒച്ചപ്പാട്? അവൻ ജോലി കഴിഞ്ഞ് വന്നതല്ലേ, എന്താ വേണ്ട ഭക്ഷണം എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല?
ഓ, അടുത്താണ്. അമ്മേ, ഏട്ടൻ സാധാരണ ചപ്പാത്തി കഴിക്കാറില്ലല്ലോ. ഇത് മനഃപൂർവ്വം പറയുന്നതാ. ഞാൻ ഇവിടെ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്. അത് നീ നോക്കേണ്ട കാര്യമില്ല. അവൻ എന്താണോ വേണ്ടത് അത് നീ ഉണ്ടാക്കി കൊടുക്ക്. ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ ഭാര്യമാര് ബുക്കും ഭാഷയുടെ മുൻപിൽ ഇരിക്കുകയല്ല. ആ അമ്മേ, ഇപ്പൊ ഉണ്ടാക്കാം. ഒരു വകതരില്ലാത്ത ഒരു സാധനം. ഇപ്പൊ കേട്ടല്ലോ, വെറുതെ എന്തിനാടി അമ്മേനെയും കൂടെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കുന്നത്? ചെന്ന് ഉണ്ടാക്കാൻ നോക്ക്. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് ഇവിടുത്തെ അടിമയായിട്ട് നിൽക്കാൻ വേണ്ടിട്ടാ. ഒന്ന് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ പറയും, അയ്യോ ഇപ്പൊ ഫോൺ ചെയ്യാൻ സമയമില്ല, രാത്രി എപ്പോഴെങ്കിലും ചെയ്യുന്നത്. ഒന്ന് ബുക്ക് എടുത്ത് വായിക്കാന്ന് പറയുമ്പോൾ അതിന്റെ കെട്ടിയോന്നും ഇഷ്ടമല്ല. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ 24 മണിക്കൂർ ഇവിടെ അടിച്ചു വാരി തുടച്ച് പാത്രം കഴുകി തുണി അലക്കി നിൽക്കാം. വാചകം അടിക്കാണ്ട് പോയി ഭക്ഷണം ഉണ്ടാക്കടി. എന്നിട്ട് വിളിക്ക്. ഇവിടെ കൊണ്ടിട്ടാ ഇതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണല്ലോ. എടി, ഇത് വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. ഇതിങ്ങനെ ഇവിടെ കൊണ്ടിട്ടിരിക്കുക. ഒരുമാതിരി കുരങ്ങനെ പൂമാലടിവലായി പോയല്ലോ. ഇതൊക്കെ എടുത്ത് വല്ല ഷെൽഫിലും സേഫ് ആയിട്ട് വെക്ക്. അത്രയും വില പിടിപ്പുള്ള സാധനങ്ങളെ കൊണ്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത്. പക്ഷെ എനിക്കിനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ അടിച്ചു വരാനും തുടയ്ക്കാനും സർട്ടിഫിക്കറ്റ് എന്തിനാ? അതെ, നിങ്ങൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ആ ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് പോയിക്കോ. അതിനുവേണ്ടി അവിടെ എടുത്തു വെച്ചതാ. എടി, അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നിനക്ക് എഞ്ചിനീയറെ എന്നെ ഭർത്താവായിട്ട് കിട്ടിയത്. അവിടെ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ലാഭം മാത്രമല്ലേ ഉള്ളൂ. ഇതിപ്പോ ഒന്നും അറിയണ്ട, എന്ത് സുഖ, എല്ലാ സാധനങ്ങളും കാലിന്റെ ചുവട്ടിൽ എത്തി കിട്ടും. അതിലും വലിയ ഭാഗ്യം വേറെ എന്ത് വേണം നിനക്ക്? പിന്നെ ഭാഗ്യം ആർക്ക്? നിങ്ങൾക്ക്. ഒരു 20,000 രൂപയെങ്കിലും കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഒരു ജോലിക്കാരനെ കിട്ടില്ലല്ലോ. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, ജീവിതകാലം മുഴുവൻ അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട്. മെഷീനിൽ തുണി ഇടാൻ പാടില്ല, കല്ലിൽ തന്നെ അലക്കണം, ചപ്പാത്തി വേണം, ചപ്പാത്തി അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കി തരണം, പൂരി അല്ലെങ്കിൽ ചോറ് എന്ന് പറയണ സാധനങ്ങൾ മുമ്പ് കൊണ്ട് വെച്ച് തരണം, അടിച്ചു വാരണം, തുടയ്ക്കണം, തട്ടിയടിക്കണം. ഇത് മാത്ര പണി. വേറെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനോ എന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് ഇവിടെ പറ്റുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ അപ്പ തുടങ്ങും ഓരോന്ന് പറയാനായിട്ട്. അതെ, നിങ്ങൾ ജോലിക്ക് പോയിട്ട് എനിക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജോലിക്ക് പോയാലും ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഓ, പറ്റും. എടി, വീട്ടിൽ പാത്രം കഴുകുന്ന പോലെ ടോയ്ലറ്റ് കഴുകുന്ന പോലെ ഈസിയായ പണിയല്ല ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. 4 ആൾക്കാർ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞാലേ നിന്റെ മുട്ടിങ്ങനെ വിറയ്ക്കും. നീ അത്രയ്ക്കേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ താഴ്ത്തി കെട്ടൊന്നും വേണ്ട. കല്യാണത്തിന് മുമ്പ് 1-2 വർഷം ഞാനും ജോലിക്ക് പോയതാ. ആ എക്സ്പീരിയൻസ് വെച്ചിട്ടേ നീ അങ്ങോട്ട് ചെന്നാ മതി. നാണം കണ്ട് തിരിച്ചു വരേണ്ടി വരും. നീ ചെയ്തതോ പഠിച്ചതോ എന്തേലും കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോ ഇല്ലല്ലോ. ഈ ടെക്നോളജി ഒക്കെ മാറിപ്പോയി. വെറുതെ അവിടെ ചെന്നിട്ട് നാണം കെടാൻ വേണ്ടിയിട്ട്. നിനക്കേ പറ്റിയ ബെസ്റ്റ് പണിയാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൽക്കാലം നീ ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്ക്. എന്നാലും നീ സർട്ടിഫിക്കറ്റ് എടുത്തൊക്കെ മറക്കണ്ട. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലേ നീ പഠിച്ചിട്ടുണ്ടെന്ന് പറയാൻ എന്തെങ്കിലും ഒരു തെളിവ് നിന്റെ കയ്യിൽ വേണ്ടേ? ആരെന്ത് പറഞ്ഞാലും മിണ്ടാതെ നിൽക്കുന്നതുകൊണ്ടാ എല്ലാവരും നിന്റെ തലയിൽ കയറുന്നത്. നന്നായിട്ട് തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ഇതിപ്പോ നോക്കുമ്പോ നിന്റെ സ്ഥാനം എന്താ? ഒരു അടുക്കള പണിക്കാരിയോ? കോൺഫിഡൻസ് ഇല്ല പോലും നിനക്ക്. നിനക്കെന്താ ജോലിക്ക് പോയിട്ട് ശീലമൊന്നുമില്ല? അന്ന് അവൻ അങ്ങനെ പറഞ്ഞേ. അതിന് ഏട്ടൻ പറഞ്ഞാലും തെറ്റൊന്നും ഇല്ലടോ. എനിക്ക് പണ്ടത്തെ പോലെ കോൺഫിഡൻസ് ഒന്നും ഇല്ല പുറത്തുപോയി ജോലി ചെയ്യാൻ. കുറെ വർഷമായില്ല ഇങ്ങനെ വീട്ടിലെ അടുക്കള പണിയും പുറത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നു. സത്യം പറഞ്ഞ കുറെ ആൾക്കാർ എൻ്റെ മുമ്പിൽ ഒന്ന് സംസാരിച്ചാൽ എൻ്റെ മുട്ടാല് വിറയ്ക്കും. അത്രയ്ക്കുള്ള ധൈര്യം എനിക്കിപ്പോ ഉള്ളൂ. ബെസ്റ്റ്. ഇങ്ങനെയാണെങ്കിലേ ജീവിതകാലം മുഴുവൻ നിനക്ക് അടിമയായിട്ട് തന്നെ കഴിയാം. എടി, ഒരാള് സ്വയം അടിമയാകാൻ തീരുമാനിച്ചാലേ വേറെ ഒരാള് നിന്നെ റെസ്പെക്ട് ചെയ്യില്ല. ഒരു പുല്ലിന്റെ വില പോലും നിനക്ക് ആ വീട്ടിൽ ഉണ്ടാവില്ല. നീ ആരാണെന്ന് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് കാണ് നിനക്ക് ആ വീട്ടിൽ കിട്ടുന്ന റെസ്പെക്ട് എന്താണെന്ന്. വാ, ചായ കുടിച്ചിട്ട് പോവാം. അമ്മ ചായ എടുത്ത് വെക്കണേ. ഇന്ന് നീ ലഞ്ചിന് വന്നിട്ട് കറിയില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായം നിന്റെ കറിനെ കുറിച്ച്. അതുകൊണ്ടേ നാളെ ഇത് തന്നെ മതി. കുറച്ച് കൂടുതൽ വെച്ചോ കേട്ടോ. നീ എന്ത് പണിയാ ചെയ്തത്?
ഇത്രയും നല്ല ഷർട്ട് മെഷീനിൽ കൊണ്ടിടുക, അല്ല ബട്ടൺ മുഴുവൻ പൊട്ടിപ്പോവില്ലേ? എന്നാ കൈ കൊണ്ട് കഴുകിയെടുക്ക്. ഒരു വിവരമില്ല, എന്താലോചിച്ച് നടക്കുക.